അപ്പം നിങ്ങൾ തോന്നലേ കാരണം എന്താണ് ഈ ചെങ്ങായി തലയിൽ കെട്ടും കെട്ടി ചെറുപ്പം പോകുന്നത്. അപ്പം നമുക്ക് കാണാൻ പോവാം. എവിടേക്ക് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ആദവനാട് കാളൂട്ട് കണ്ടത്തൊക്കെ നമ്മൾ പോകട്ടോ. ഞാനും എൻ്റെ അമ്മോൻ്റെ ഒക്കെ അങ്ങനെ നേരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദവനാട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാഷാണ് അല്ല ആൾക്ക് ഇങ്ങനത്തെ പറയാൻ താല്പര്യം വ്യക്തിയാണ്. കണ്ടില്ലേ, നല്ല നല്ല ഒന്നൊന്നര കാളകളാണ് ഈ കാണുന്നത്. വലിയ വലിയ ട്രോഫികളും അതുപോലെ മാരുതി സ്വിഫ്റ്റാണ് ഇതിൽ സമ്മാനം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ എന്താ അല്ലേ. നമ്മൾ കാളോട്ട് കണ്ടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദമന്യേ ഏതൊരാൾക്കും അതിൽ ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ വയസ്സന്മാരെന്നോ ഇല്ല, ആ ഒരു ഇതൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ് ഈ കാളകൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വളരെ എല്ലാ സ്ഥലത്തൊന്നുമില്ല. മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ ആദവനാടാണ് ഈ കൂട്ട് നടക്കുന്നത്. കാളയുണ്ട്, പോത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കാളകൂട്ടാണ്. ഇപ്പോൾ 1 റൗണ്ട് 2 റൗണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പാടത്ത് വള്ളം കെട്ടി നിർത്തിയിട്ട് അതിൽ ആണ് ഈ കാളകൂട്ട് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെതായ നിയമങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതായത് ആളുകൾക്കൊക്കെ അറിയാം. ചേമട്ടൻ കാളകളാണ്. ഉസൈൻ ബോൾട്ടിനെ വരെ വെല്ലുന്ന കാളകളാണ്. ഏതാ പൊക്കിയ മോനെ, പൊളി പൊളി. പണ്ട് കാലങ്ങളിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം കൃഷിക്കാരാണ് ഇതിനൊക്കെ കൂടുതലും മുന്നിട്ടിറങ്ങുന്നത്. നാട്ടിലെ എല്ലാ ആളുകളൊക്കെ ഇതിൽ കാളുകളെ വാങ്ങിയിട്ട് മത്സരത്തുകയും മറ്റും സമ്മാനവും ട്രോഫികളൊക്കെ ഉണ്ടാവും. നമുക്കിങ്ങനെ ഇത്രയും വലിയൊരു പാടത്ത് നട്ടുച്ച നേരത്ത് ആ കണ്ട ആളുകളൊക്കെ വെയിലും കൊണ്ട് കാത്തു നിൽക്കുന്നതാണ്. ഇതിനോടുള്ളൊരു താല്പര്യമാണ്. ഒക്കെ അന്യം നിന്ന് പോകുന്ന ഓരോ പരിപാടികളാണ്. വരും കാലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവുകയില്ലെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നിയമങ്ങൾ വന്നത് പിള്ളേർക്കും ചിലപ്പോൾ ജെൻസി പിള്ളേർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം മൊബൈൽ അഡിക്ഷൻ അല്ലേ. ഇതിൽ വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്നും ആരും എടുത്ത് നോക്കില്ല. എൻ്റെ വൈത്താല കണ്ണും ഏതാ പോക്കോ നിങ്ങൾ. അടിപൊളി. അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോ അങ്ങനെ കണ്ടുപോയി. കാളൂട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കാണാം. അടുത്ത 41 യൂണിയൻ ബോൺ 44 KK പ്രദേശ് സ്കൂളേജ് 40. ഈ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.
കൂട്ടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു കുറവുമില്ല. രണ്ടാം റൗണ്ട് കഴിഞ്ഞ് മൂന്നാം റൗണ്ടിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. ഏകദേശം സമയം 2 മണി ആവാനായിട്ടുണ്ട്. വിശക്കുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഇനി അടുത്ത പരിപാടി. എന്താ ജാഫ്രാക്കി ഉണ്ടായതിന് കൂടെ അപ്പൊ കണ്ടി ഞങ്ങള് ഏതായാലും ഭക്ഷണം കഴിക്കൽ അവരുടെ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുത്തുട്ടനും നമ്മളുടെ ബഷു ഷാനും ഒക്കെ ഉണ്ട് കൂടെ. ഇവർക്കൊക്കെ ഫസ്റ്റ് ആയിട്ട് കാണാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണി